മിലോഡ്, ഇന്റർവ്യൂ ചെയ്യാണെന്ന് കരുതരുത്. സ്വബോധമില്ലാത്തവർക്ക് കഥാപ്രസംഗം നടത്താനുള്ള വേദിയല്ല കോടതി എന്നതാണ് എന്റെ നിലപാട്. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഉറച്ചു നിൽക്കണം സാറേ. ബാബു സാറിന് ബോധമില്ലാന്ന് പറഞ്ഞാൽ സാർ ഉറച്ചു തന്നെ നിൽക്കണം. ബോധമില്ലായ്മ ഒരു ബഹുമതിയല്ല. പിൻഭാഗത്തൊരാല് മുളച്ചാൽ അതൊരു തണലായിട്ട് കരുതുന്നത് നാണക്കേടിന്റെ ലക്ഷണമാണ് കുഞ്ഞെ. നാണക്കേടിന്റെ ആ മരം ബാബു സാറ് വെട്ടി. പുള്ളി കുടി നിർത്തി സാറേ. പാവാട ബാബു കുടി നിർത്തിയോ വിശുദ്ധനായോ എന്നതല്ല ഇവിടെ തർക്ക വിഷയം. നീ മാറ്റർക്ക് വേടാക്കണ്ണ. പാവാട ബാബു പുണ്യാളച്ചനായോ ചത്ത ശവം ചെയ്യോ ഉയരുപോയ ഉടലോടെ മുകളിലോട്ട് എടുക്കുവോ ഇതൊന്നും അല്ല ഇവിടുത്തെ ചർച്ചാ വിഷയമെന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ ചാരായത്തിൽ ഉപ്പിലിട്ട് വെച്ച ഒരു ഫ്ലാഷ് ബാക്ക് ചരിത്രമുണ്ട് പുള്ളിക്ക്. അത് മാറ്റർ തന്നെ സാറേ. ബാബു സാർ ഒപ്പിട്ട ഉടമ്പടിയുടെ ഒരൊറ്റ ബലത്തിലാണല്ലോ എൽദോ സാറ് പരിയമ്പുറത്തിരുന്ന പാവാടയും പൊക്കി റീലോഡിങ് ഇറങ്ങിയേക്കുന്നത്. മറവിരോഗം ആയതുകൊണ്ട് എൻ്റെ അമ്മച്ചി പറഞ്ഞതിനൊന്നും ഒരു വിലയും കൊടുക്കണ്ടെന്നല്ലേ സാറ് പറഞ്ഞേ. അങ്ങനെ അന്നേ വെളിവും വെള്ളിയാഴ്ചയില്ലാതെ നടക്കുന്ന ഒരു കുടിയൻ ബോധമില്ലാത്തപ്പോൾ ഇട്ട ഒരു ഒപ്പിന് എന്നാ വിലയാ സാറേ കൊടുക്കേണ്ടത്? വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ കക്കൂസിൽ വെച്ചേക്കുന്ന കടലാസിന്റെ വിലയല്ലേ ഉള്ളൂ ആ ഉടമ്പടിക്ക്. ഒപ്പിട്ട് കൊടുത്ത ആൾക്ക് വെളിവില്ലെന്നും എഗ്രിമെന്റ് വാലിഡ് അല്ലെന്നൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞാ പോരാ. തെളിവ് വേണം, തെളിവ്. തട്ടുകട കുഞ്ഞുമോ മുതൽ ബാർ മാനേജർ വരെ പറഞ്ഞൊക്കെ പിന്നെ തെളിവല്ലാതെ വേറെ എന്നതാ സാറേ? പാലാപ്പള്ളിയിലെ പെരുന്നാൾ നിരത്തിയേക്കുന്ന ഡെക്കറേഷൻ ആണോ? ഇനി ഇതൊന്നും പോരെങ്കിൽ കാട്ടുപറമ്പിൽ അച്ഛൻ ബാബു സാറിനെ കുത്തിവെച്ച് ചികിത്സിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട് വക്കീൽ സാറിന്റെ കയ്യിൽ. എവിടെ കാണിച്ചേ? അയ്യോ, കയ്യിൽ തരത്തില്ല. പണ്ട് മള്ളൂർ വക്കീല് വെടിയുണ്ട വിഴുങ്ങി കേസ് ജയിപ്പിച്ച ചരിത്രമുണ്ട്. തെളിവ് വെളിവുള്ളവരുടെ കൈ കൊടുത്തോളാം. മിലോഡ്, ദിസ് ഈസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. വസ്തുതകളെ വളച്ചൊടിക്കാനുള്ള ഒരു മൂന്നാം കിട അടവ് മാത്രമാണിത്. അങ്ങനെ വളച്ചാൽ ഉടനെ ഒടിയുന്നല്ല സാറേ സത്യം. എനിക്കത് മനസ്സിലായത് തട്ടുംപുറം ബാറേ വെച്ച. പറയാനുള്ള സമയം തരുമായിരുന്നേ എല്ലാവർക്കും കാര്യം പിടികിട്ടിയനെ. പ്രൊസീഡ്. ബാബു സാർ ആ കടലാസിൽ ഒപ്പിട്ട് കൊടുത്തതല്ലേ പ്രശ്നമായത്? ഇപ്പൊ മൂക്കിലും വായിലും മാത്രമേ വെള്ളം കയറിയുള്ളൂ. മര്യാദക്ക് പറഞ്ഞില്ലേ 9 തൊളയെക്കൂടെ കേട്ടി തരാം ഞാൻ. പറയാം. അതെ, ഇത് 25,000 ഉണ്ട്. ഡോക്യുമെന്റിൽ ഒപ്പുമായിട്ട് വരുമ്പം ബാക്കി 75,000 കൂടെ തരാം. ബാറിലെ കണക്ക് മൊത്തം തീർക്കുന്നത് മാസാവസാനത്തിലായതുകൊണ്ട് ബാബു സാറ് എല്ലാ ദിവസവും ബില്ല് ഒപ്പിട്ട് തരാറാണല്ലോ പതിവ്. മാനേജർ, യു ആർ എ വണ്ടർഫുൾ പേഴ്സൺ. സർ, ബില്ല് ഒപ്പിടും. ഒരുപാട് ഫിറ്റായിപ്പോ. ഒരു ദിവസം ഞാൻ സാറിന്റെ ഒപ്പ് വാങ്ങിയത് അവര് തന്ന മുദ്രപ്പേപ്പറിലായിരുന്നു. ചതിയാന്നറിയാമായിരുന്നു. പക്ഷെ 1,00,000 രൂപയെന്ന് കേട്ടപ്പോ പറ്റിപ്പോയി സാറേ. അത് നിന്റെ കുഴപ്പമല്ല സുനിയപ്പ. നിന്റെ അപ്പ ഉണ്ടാകുന്നതിന് 5 കൊല്ലം മുമ്പാ നീ ഉണ്ടായത്. പച്ച മലയാളത്തെ തന്നെ തന്തയ്ക്ക് പറക്കാത്തെന്ന് പറയും. തീർത്തേക്കടാ ഈ പന്നിയെ. ഒന്നുമില്ലേലും കുറെ നാൾ കള്ളൊഴിച്ചു വന്നല്ലേ. അവന്റെ കയ്യിൽ നിന്ന് വല്ലതും വീഴുന്നതിന് മുന്നേ എണീറ്റ് പോടാ. പറ്റിപ്പോയി സാറേ, പൊറുക്കണം. എവിടെ വേണമെന്ന് തുറന്നു പറയാം. പൊറുക്കണം സാറേ, സത്യമായിട്ട് ഞാൻ എവിടെ വേണം തുറന്നു പറയാം. എന്നോട് പൊറുക്കണം സാറേ, പൊറുക്കണം. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യമാണ് സാർ. വലിയ ബുദ്ധിയും പഠിപ്പൊന്നും ഇല്ലാത്തവനാ ഞാൻ. പക്ഷേ അതൊക്കെ ഒരുപാടുള്ളവർ കാരണം തൊലഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട്. അതിൽപ്പെട്ടവരാ ബാബു സാറും എൻ്റെ അമ്മച്ചിയൊക്കെ. എൻ്റെ അപ്പം കള്ളുവർക്ക് ചത്തപ്പോ ശവോടക്കിന് കൂടാൻ പോലും എൻ്റെ അമ്മച്ചിക്ക് പറ്റിയില്ല. സിമിത്തേരിയുടെ പുറകിലെ പൊന്തക്കാട്ടിന്ന് ആരുടെയും കണ്ണീപ്പെടാതെ എത്തി നോക്കുന്ന എൻ്റെ അമ്മച്ചിയാ ഞാൻ അവസാനമായിട്ട് കണ്ടത്. എന്നെ തിരക്കി എൻ്റെ അമ്മച്ചി വരികയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ആ നാണക്കേട് എൻ്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോട്ടെന്ന് കരുതി മനഃപൂർവ്വം വരാതിരുന്ന സാറേ. ഒത്തിരി കാലത്തിന് ശേഷം ഇപ്പോഴാ സാറേ എൻ്റെ അമ്മച്ചി എനിക്കും തിരിച്ചു കിട്ടിയത്. ഇനി എൻ്റെ അമ്മ നാണക്കേടിലോട്ട് തള്ളിയിടല്ലേ.
തള്ളി താഴെ വീഴ്ച വീണെടുത്തിട്ട് വീണ്ടും ചവിട്ടാൻ വരുമ്പോ ഗതിയില്ലാത്തവന് കർത്താവേ ഉള്ളൊരു പിടിവള്ളി. പക്ഷേ തമ്പുരാൻ താഴേക്കിറങ്ങി വരത്തില്ലല്ലോ. അതുകൊണ്ട് ആ സ്ഥാനത്താ ഞാൻ കോടതിയെ കാണുന്നത്. ഇനി എന്റെ അമ്മയെ മാനം കെടുത്താൻ ആരെയും സമ്മതിക്കില്ല സാറേ. കൈവിടല്ല. ഞങ്ങളെ കൈവിടല്ല സാറേ. പാവാട എന്ന സിനിമ പുനർനിർമ്മിക്കുവാനുള്ള അവകാശം എൽദോ കുന്നന്താനം നേടിയെടുത്തത് നേരായ വഴിയിലൂടെയല്ലെന്ന സത്യം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രസ്തുത ചിത്രത്തെ സംബന്ധിക്കുന്ന എല്ലാ അവകാശങ്ങളും ബാബു ജോസഫിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ കൂടാതെ ഈ സിനിമ വീണ്ടും പുറത്തിറക്കാനുള്ള ഏത് ശ്രമവും നിയമവിരുദ്ധമായിരിക്കുമെന്നും ഈ കോടതി ഇതിനാൽ വിധി എഴുതുന്നു.